കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രത്യേകിച്ച് പ്രാരംഭത്തിൽ പാടിയ പാട്ടുകൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാനും ഉള്ള ഏതൊരു സാഹചര്യത്തിലും കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് ഈ പാട്ടുകളിലൂടെയൊക്കെ നമുക്ക് ലഭിച്ചത്. ആ നിലയിൽ നമുക്ക് ഹൃദയത്തിൽ സന്തോഷമുള്ളവരായിട്ട് ദൈവമുമ്പാകെ ആയിരിക്കാം. ഇന്ന് എന്നെ സഹോദരന്മാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, കർത്താവിൻ്റെ വഴിയിലേക്ക് വന്നതും കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ വന്നതും ഇപ്പോഴായിരിക്കുന്ന നമ്മളുടെ ഈ കൂട്ടായ്മയിൽ ഞാനായിരിക്കുന്ന ഒരു അനുഭവങ്ങളൊക്കെ പങ്കുവെക്കണമെന്നാണ് എന്നോട് ഈ സഹോദരന്മാർ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പ്രാരംഭമായിട്ട് ഒരു വാക്യം വായിച്ചു കൊടുത്ത്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. യോഹന്നാൻ 15:27. നിങ്ങൾ ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറവി. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ആദ്യം മുതൽ, ആദിയിൽ എന്ന് പറയുമ്പോൾ ഒത്തിരി ബാക്കിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അതുപോലെ പല കാര്യങ്ങൾ ദൈവം പറയുന്നു. അപ്പോൾ ആദിയിൽ മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയും. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യർ ഓരോരുത്തരും ആദ്യം മുതൽ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന നമ്മുടെ ഓർമ്മയിലുള്ള കാര്യം, നമ്മുടെ ജനനത്തിന് ശേഷം ഒരു ഓർമ്മ വന്ന നാൾ മുതലുള്ള കാര്യങ്ങളാണ് നമുക്ക് പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള ഓർമ്മ. എന്നാൽ അതിനു മുമ്പേ നമ്മൾ ഉണ്ടായിരുന്നു ആദിയിൽ എന്ന ദൈവവചനം നമ്മളോട് പറയുന്നു. അത് നമ്മൾ വിശ്വസിച്ചതുകൊണ്ടാണ് നമ്മൾ വിശ്വാസികളായിരിക്കുന്നതും. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും പറയാൻ കഴിയും. എന്നാൽ അതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാവങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്നൊക്കെ ഈ സങ്കീർത്തനക്കാരൻ പാടും. അതുപോലെ നമ്മൾ പല പാടുന്ന പാട്ടുകളിലും നമുക്ക് ഓർമ്മയിലില്ലാത്ത അതിനു മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പാട്ടുകാരൻ പാടുന്നുണ്ട്. പ്രത്യേകിച്ച് ലോകസ്ഥാപനം മുമ്പ് എന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള ഒരു കാര്യം, ഒരു ചരിത്രം നമുക്കുണ്ട് എന്നൊക്കെയാണ് ഈ പാട്ടുകളും ഈ സങ്കീർത്തനവും എല്ലാം നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ അതിശയകരമായിട്ടാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ ദൈവവചനം പറയുന്നു. പ്രത്യേകിച്ച് നമുക്ക് അറിയാം, ഭൂമിയുടെ ഉള്ളിലിരിക്കുന്ന ഈ ക്രൂഡ് ഓയിൽ രൂപപ്പെടുന്നത് പല നൂറ്റാണ്ടുകൾ കൊണ്ടാണ്. അതുപോലെ അത് പിന്നീട് പുറത്തു കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് പെട്രോളായിട്ട്, അല്ലെങ്കിൽ പലതരത്തിൽ ഡീസലായിട്ടും ഒക്കെ ശുദ്ധീകരിച്ച് തീർന്നാണ് അത് ഉപയുക്തമായിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന് വിലയുള്ളതാണെങ്കിലും അത് ശുദ്ധീകരിക്കുകയോ വേർതിരിക്കുകയോ ചെയ്യാതെ അതിന് ഉപയോഗശൂന്യമായ ഒരു വസ്തുവാണ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. നമ്മൾ ഒരു ക്രൂഡ് ഓയിൽ പോലെ നമ്മളെ നിർമ്മിച്ചു. അതിൽ നിന്ന് ദൈവം നമ്മളെ കാലാകാലങ്ങളിൽ വിളിക്കുകയും അല്ലെ വേർതിരിക്കുകയും നമ്മളെ പലതായിട്ട് വേർതിരിച്ചാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പരുവത്തിൽ ആയിരിക്കുന്നത് എന്നുള്ള ഒരു സത്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ദൈവമുമ്പാകെ വിശുദ്ധനും നിഷ്കളങ്കനും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് നമ്മളവിടെ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ നിലയിൽ നമുക്കൊരു മുൻ ചരിത്രമുണ്ട്. നമുക്കിവിടെ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു മുൻ ചരിത്രം എനിക്കുള്ളത് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവവചനം അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നതുകൊണ്ട് അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ജനിച്ചത് 1961 ഒരു യാഥാസ്ഥിക ക്രിസ്തീയ കുടുംബത്തിലെ ഒരു ഇളയ മകനായിട്ട്, അല്ലെങ്കിൽ ഒരു 8ാമത്തെ മകനായിട്ട് ഞാൻ ജനിച്ചു. അത് ഞാൻ അറിയുന്നു, ആ ഒരു സത്യം ഞാൻ അറിയുന്നു. അപ്പോൾ എൻ്റെ ആ കാലത്ത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ മൂത്ത സഹോദരിയുടെ മക്കൾക്ക് എന്നേക്കാൾ പ്രായമുള്ളവരാണ്. അപ്പോൾ അത്രയും അകലമുണ്ട് ഞങ്ങളുടെ 8 മക്കൾ തമ്മിൽ. അപ്പോൾ ആ നിലയിലൊരു കുടുംബത്തിലാണ്
ഞാൻ ജനിച്ചത്. അപ്പോൾ ഈ ഇളയ മകൻ എന്നുള്ള നിലയിൽ അവസാനമുള്ള മകൻ എന്നുള്ളതിൽ കൂടുതൽ സ്വാതന്ത്ര്യം നമുക്ക് കാര്യം നമ്മളെ നോക്കാനൊന്നും ആരും കാണുകയല്ല. അപ്പോൾ ആ നിലയിൽ നമ്മൾ വളരെ ആകാശത്തിലെ പറവകളെ പോലെ സ്വതന്ത്രമായിട്ട് നടക്കുന്ന ഒരു അനുഭവമായിരുന്നു പലപ്പോഴും എൻ്റെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ആ നിലയിലൊരു സ്വതന്ത്രമായിട്ടൊരു ജീവിതമായിരുന്നു ചെറുപ്പം മുതൽ. സ്കൂൾ ലൈഫ് നാട്ടിലുള്ള ഒരു CMS ഹൈസ്കൂളിലായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ പോവുക, അവിടെ കേൾക്കുന്നതൊക്കെ കേൾക്കുക, വീട്ടിൽ വന്ന് പിന്നെ പഠിക്കുന്ന സ്വഭാവമൊന്നുമില്ല. നമ്മൾ സ്വതന്ത്രമായിട്ട് നടക്കുക എന്നുള്ള ഒരു ഒരു അനുഭവമായിരുന്നു അന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. അപ്പോഴവിടെ കേൾക്കുന്ന കാര്യമൊക്കെ പഠിക്കുക, തന്നെ താല്പര്യമുള്ള സബ്ജക്റ്റുകളൊക്കെ ശ്രദ്ധിക്കുകയും അത് മാത്രമായിരുന്നു പഠന രീതി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുപോലെ വീട്ടിനടുത്ത് ഉള്ള ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് പോകുന്ന പള്ളിയിൽ ചെറുപ്പത്തിൽ തന്നെ പോവും. പള്ളി പാട്ടുകളും ഉരുവിടുന്ന പ്രാർത്ഥനകളും ഒക്കെ വളരെ കാണാപ്പാടമാണ്. അത് ഇങ്ങനെ സ്ഥിരം കേൾക്കുന്നതുകൊണ്ട് അത് അർത്ഥം അറിയില്ലെങ്കിലും അത് ഹൃദയത്തിൽ കാണാപ്പാടമായിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ പിതാവ് ഈ മെത്രാച്ചന്മാരുമായിട്ടൊക്കെ അടുത്ത ഒരാളായിരുന്നു. ഫാദറിൻ്റെ ആഗ്രഹം എന്നെ ഒരു പുരോഹിതൻ ആക്കണമെന്നുള്ളതായിരുന്നു. അതായിരുന്നു ഞാൻ പിതാവിൽ നിന്നൊക്കെ അറിഞ്ഞിരുന്ന കാര്യം. അതുപോലെ അതിനായിട്ടൊരു പള്ളിയിലെ ശുശ്രൂഷകന്റെ കുപ്പായമൊക്കെ എനിക്ക് തയ്പ്പിച്ച് പിതാവ് തന്നിരുന്നു. അതൊക്കെ ഞാൻ വീട്ടിലിട്ടുണ്ട് നടന്നല്ലാതെ ഞാൻ അതിന് ഒന്നും പോകാനിടയായില്ല. അതാണ് എൻ്റെ അനുഭവം. അതുപോലെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഈ CSI പള്ളിയിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക മീറ്റിങ്ങുകളൊക്കെ അന്ന് നടത്തുമായിരുന്നു. ചില ഉപദേശിമാരൊക്കെ വന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി അവർ ഈ ദൈവവചനത്തിൽ നിന്നൊക്കെ സംസാരിക്കുവാനും ആദ്യമായിട്ട് ദൈവവചനം കേൾക്കുവാനും അതിൽ വിശ്വാസം ഉണ്ടാകാനും ഒക്കെ ആ നിലയിൽ എനിക്ക് ഇടയായിട്ടുണ്ട്. അന്ന് പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിലും അത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ കാണുന്നു എന്നുള്ളത് അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതുപോലെ എന്നാൽ എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ഇതൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ ഒരു മുള്ളിനിടയിൽ വീണ ഒരു വിത്തിൻ്റെ അനുഭവം മാത്രമായിരുന്നു. അതിന് വേണ്ടതായ ഒരു ഫലം ഉണ്ടാകാനായിട്ട് കഴിഞ്ഞില്ല. തുടർന്ന് ഞാൻ കോളേജ് പഠനത്തിനായിട്ട് കോട്ടയത്ത് കോളേജിൽ ചേർന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു അനുഭവമായി. ആ ഒരു അനുഭവത്തിൽ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കും മറ്റും തിരിഞ്ഞ് പോയ ഒരു സമയമായിരുന്നു. ഒന്നിനെക്കുറിച്ച് ഒരു ലക്ഷ്യമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അപ്പോൾ ഓർക്കുമ്പോൾ ഒരു സുബോധമില്ലാത്ത നാളുകളായിരുന്നു 2-3 വർഷങ്ങൾ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വളരെ ഒരു ദുഃഖം തോന്നുവാനും ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ വീട്ടിൽ അല്പ കൃഷി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയും റബ്ബർ പുതിയ നിലയിൽ ആധുനിക രീതിയിലൊക്കെ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ച് അത് ഒന്ന് പ്രായോഗികമാക്കാൻ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ ഉത്സാഹി. അങ്ങനെ വീട്ടിലുള്ള ഉത്തരവാദിത്വത്തിലൊക്കെ വന്ന അല്പ സുബോധമൊക്കെ ആ കാര്യത്തിൽ എനിക്ക് വന്നതായിട്ട് ഞാൻ കാണും. അതുപോലെ തുടർന്ന് എൻ്റെ 22ാമത്തെ വയസ്സാകുമ്പോൾ, അതായത് 1983 കാലത്ത് കോട്ടയത്തിനടുത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ ബിസിനസ് സംരംഭമൊക്കെ തുടങ്ങി അങ്ങനെ മുമ്പോട്ട് പോയി. ആ കാലങ്ങളിൽ ഞാൻ കൂടുതൽ യാഥാർത്ഥ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. ഈ ക്രൂഡ് ഓയിലിനൊരു മാറ്റമൊക്കെ സംഭവിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ഒരു സത്യാന്വേഷണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കൂടുതൽ ആ യാഥാർത്ഥ്യത്തിൽ ജീവിക്കണം, അല്ലാതെ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ ജീവിക്കരുതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് തന്നെ എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടാകും. അതുപോലെ ഞാൻ എൻ്റെ അന്നും ബൈബിളൊക്കെ വായിക്കാൻ പിന്നെയും തുടങ്ങുന്ന ഒരു കാലമായിരുന്നു. അന്ന് ഞാൻ ബൈബിൾ വായനയിൽ കൂടി മനസ്സിലാക്കിയ മറ്റൊരു യാഥാർത്ഥ്യം നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവരേത് അനുഭവത്തിലുള്ളവരാണെങ്കിലും മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളൊരു സത്യം ഞാൻ ആ നിലയിൽ ആ സമയത്ത് മനസ്സിലാക്കി. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും പല കാര്യങ്ങളെ വീക്ഷിച്ചപ്പോൾ അത് വളരെ യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം എനിക്കന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ
അതുപോലെ എൻ്റെ മൂത്ത സഹോദരങ്ങളെല്ലാം വിവിധ സ്ഥലങ്ങളിലായിരുന്നു. ഞാനും എൻ്റെ മാതാപിതാക്കളും മാത്രമായിരുന്നു വീട്ടിൽ. ഞാൻ എൻ്റെ കൃഷിയും അല്ലെങ്കിൽ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ പോകുന്നു. അങ്ങനെ 26 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ പേരൻസിൻ്റെ പൂർണ്ണ സഹകരണത്തോടെ എൻ്റെ വിവാഹം ആലോചിക്കുകയും ഞാൻ വിവാഹിതനാകുകയും ചെയ്തു. വിവാഹ ജീവിതത്തിൽ ബൈബിൾ കൂടുതൽ മനസ്സിലായിട്ടില്ല എങ്കിലും അതൊക്കെ ഞാൻ അടിസ്ഥാനമാക്കിയിരുന്നു അന്ന് മുതലേ. കുടുംബജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഉള്ളിലൊരു ശൂന്യത എപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിലനിന്നിരുന്നു. എന്തോ ഒന്നില്ലാത്ത അപ്പോഴും ഈ തിരുവെഴുത്തുകളിൽ ഇങ്ങനെ അന്വേഷിക്കുകയും നമ്മൾ പല കാര്യങ്ങളെയും അന്വേഷിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നമ്മൾ പല സുവിശേഷ യോഗങ്ങളിലൊക്കെ പോയി രഹസ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു കാലം കൂടെ ആയിരുന്നു അത്. നമ്മളെ ആരും അറിയരുത്, നമ്മൾക്ക് നമ്മുടേതായൊരു പാരമ്പര്യത്തിൻ്റെ ചുറ്റുപാടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പറയാം എന്തോ, പക്ഷെ ഇതിലാണ് സത്യം ഇരിക്കുന്നതെന്നൊരു തിരിച്ചറിവ് ബൈബിൾ വായനയിലൂടെ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. 1988 അവസാന മാസങ്ങൾ എന്നാണ് ഞാൻ എൻ്റെ ഓർമ്മ. ഒരു യോഗത്തിൽ പുറകിൽ ആരും അറിയാതെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവപ്പെടുകയും യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുകയും യേശുവിൽ വിശ്വസിക്കാൻ ചെയ്യാനിടയായി. അപ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും അനുഭവിച്ചാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത്. അന്ന് മുതൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ദൈവജനത്തോട് വലിയ ദാഹം അനുഭവപ്പെടാൻ തുടങ്ങി. പ്രത്യേകിച്ച് വായിക്കുന്നതൊക്കെ കൂടുതലായിട്ട് മനസ്സിലാകാനായിട്ട് തുടങ്ങി. ബിസിനസ്സിലുള്ള താല്പര്യം കുറയുകയും ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരികയും ചെയ്തു. ആത്മീയ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിലും ബൈബിൾ വായനയിലുമായിരുന്നു കൂടുതൽ താല്പര്യം. അങ്ങനെ ഒരു 1.5 വർഷം ആ നിലയിൽ മുൻപോട്ട് പോയി. ആ സമയത്ത് ബൈബിൾ ഒരു 3 തവണയെങ്കിലും വായിക്കാനും കൂടുതൽ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാനും ഇടയായി. തുടർന്ന് ഒരു അതിൽ നിന്ന് ബൈബിൾ വായിച്ചതിൽ നിന്നൊരു കൂട്ടായ്മയുടെ വളരെ ആവശ്യം ജീവിതത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അതിനുവേണ്ടിയുള്ള ഒരു ദാഹം ഉള്ളിൽ വർദ്ധിക്കാൻ തുടങ്ങി. ആ കാലയിൽ വളരെ അത്ഭുതകരമായിട്ട് എന്നെ അന്വേഷിച്ച ചില സഹോദരന്മാരെ ഈ വീട്ടിൽ വരികയും തുടർന്ന് അവരോടൊപ്പം ചെറിയൊരു ഭവന കൂട്ടായ്മയിൽ ആകുകയും ചെയ്തു. തുടർന്ന് എൻ്റെ സഹോദരിയും രക്ഷിക്കപ്പെടുകയും കൂട്ടായ്മയിൽ വരാനായിട്ട് താല്പര്യപ്പെടുകയിടയാകുകയും ചെയ്തു. ഇത് ഒരു 1990-കളിൽ ആയിരുന്നു. ആ സമയത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ സാക് ബ്രദറിൻ്റെ മീറ്റിംഗ് കോട്ടയത്ത് സഹോദരന്മാരോടൊപ്പം ഞാനന്ന് പോയിരുന്ന കൂട്ടായ്മയിലെ സഹോദരന്മാരൊക്കെ അവിടെ ഇതിൽ പങ്കെടുക്കുന്നവരായിരുന്നു. അവരോടൊപ്പം ഇവിടെ കോട്ടയത്ത് വന്ന് സാക് ബ്രദറിനെയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആ സമയങ്ങളിലാണ്. തുടർന്ന് ഈ ഭവന കൂട്ടായ്മ ഒരു പെന്തക്കോസ് സഭയിൽ ലയിക്കുകയും ഞാനും അവരോടൊപ്പം പോവുകയും ആ ഒരു പെന്തക്കോസ് സഭയിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് ഞങ്ങൾ ഒരുമിച്ച് സ്നാനമേറ്റു. തുടർന്ന് ആ വീട്ടിൽ തുടർന്നുള്ള സമയങ്ങളിൽ വീട്ടിൽ ഞങ്ങൾക്ക് വളരെ വലിയ എതിർപ്പുകളുണ്ടായി. ഞങ്ങളെ വളരെ സ്നേഹിച്ചിരുന്ന മാതാപിതാക്കൾ ഞങ്ങളെ വെറുക്കുവാനും ഇടയായി. വളരെ പ്രതികൂലങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നു. അപ്പോഴെന്നാൽ ആ പ്രതികൂലങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മ സ്നാനവും ദൈവവചനത്തിൻ്റെ പ്രകാശനങ്ങളും ദൈവരാജ്യത്തിൻ്റെ ശക്തിയും ആ സമയങ്ങളിൽ ദൈവം അധികമായിട്ട് ഞങ്ങൾക്ക് അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങൾക്ക് ഇരുവർക്കും അത് ദൈവം തന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് കഷ്ടതയോ സങ്കടമോ ഏതൊരു സാഹചര്യങ്ങളും യേശുവിനുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ കഴിയാത്തതാണെന്ന് ആ സമയങ്ങൾ ഉറയ്ക്കാൻ ദൈവം ഇടയാക്കി തീർത്തു. അപ്പോൾ ദൈവശബ്ദത്തെ അതുപോലെ ഹൃദയത്തിൽ സൂക്ഷിക്കാനും അന്യശബ്ദങ്ങളെ ശ്രദ്ധ തിരിക്കാനുമുള്ള ഒരു പരിശീലനം ആ കാലയളവിൽ ദൈവം തന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 5-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്ന ആടുകൾ ഇടയന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായതുകൊണ്ട് അവ അന്യനെ വിട്ട് അനുഗമിക്കാതെ ഓടിപ്പോകുന്നു. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ കാണുന്ന 2 ശബ്ദങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ 2 ശബ്ദങ്ങളും വളരെ തിരിച്ചറിയുവാനുള്ള ഒരു പരിശീലനം ഇതിൻ്റെ നടുവിലൂടെ ദൈവം പലപ്പോഴും തന്നുകൊണ്ടിരുന്നു. 2 തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പോലെ മന്ദിരത്തിൻ്റെ മുകളിലോട്ട് ചാടാനുള്ള സാത്താൻ്റെ ശബ്ദം ആണ്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ 47-ാം അധ്യായത്തിൽ വായിച്ച പോലെ
പത്രോസിനോട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങാനുള്ള ശബ്ദം, അത് ഇടയന്റെ ശബ്ദമാണ്. രണ്ടും അസാധാരണമായ റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. എന്നാൽ അത് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ റിസ്ക് എടുത്താലേ അത് ഫലമായി തീരത്തുള്ളൂ, അല്ലെങ്കിൽ അത് വളരെ നാശകരമായ കാര്യമാണ്. ഈ നമ്മുടെ ആത്മീയ ജീവിത യാത്രയിലുള്ള വലിയ അപകടങ്ങളാണ് ഇതൊക്കെ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ദൈവം നൽകുന്ന ശാസനകളെയും ശിക്ഷണങ്ങളെയും തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു വേറൊരു അനുഭവം. പലപ്പോഴും കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് എങ്ങനെ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു എന്നുള്ളത് ജീവിതാനുഭവങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് ദൈവം ആ സമയങ്ങളിൽ ദൈവം ഇടയാക്കി. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. എബ്രായർ 12-ന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്മാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരുടെയും നിലപാട് ഞങ്ങൾ തിരികെ പഴയ പാരമ്പര്യ രീതിയിലേക്ക് വരണം എന്നുള്ളതായിരുന്നു. അവരേക ഖണ്ഡമായിട്ട് അങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ കടക്ക് പുറത്ത് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു നിലപാട്. അത് അവരുടെ ഭാഗം ചിന്തിക്കുമ്പോൾ അത് വളരെ ന്യായമായ ഒരു കാര്യമായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രായമായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇളയ മകനായ ഞാൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അവരുടെ ജീവിതത്തിൽ. എന്നാൽ അപ്പോൾ അതൊരു വലിയ റിസ്ക് ഒരു കാര്യമായിരുന്നു. ഒന്നിൽ നിൽക്കുന്നോ പോകുന്നോ എന്നുള്ള ഒരു അനുഭവമായിരുന്നു അവിടെ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അവിടെ കർത്താവിനുള്ള സ്നേഹത്തിൽ നിൽക്കാൻ ദൈവം കൃപ ചെയ്തു. അവിടെ വീട്ടിൽ തന്നെ ചില നാളുകൾ ആ നിലയിൽ ഞങ്ങൾക്ക് വളരെ പ്രയാസമേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ പിതാവിന്റെ മരണശേഷം തുടർന്ന് 8 വർഷം ഞങ്ങൾക്ക് വാടക വീടുകളിലായിരുന്നു ഞങ്ങൾ തുടർന്ന് താമസിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ ശൂന്യതകളുടെ നടുവിൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് നടത്തുന്ന ഒരു ദൈവം, അത് ആ ഒരു ദൈവത്തെ രുചിച്ചറിയാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ആ സമയങ്ങളിൽ ഇടയായി. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾ 3 പേരുടെയും ചെറുപ്രായം ആ ഒരു കാലഘട്ടമായിരുന്നു. അവിടെ ആ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ദൈവത്തെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. അവർ കൊച്ചിലെ തന്നെ ദൈവത്തെ അറിയാനിടയായി. കെരിത്ത് തോട്ടിലെ കാക്ക, സാരാപാത്തിലെ വിധവ, സിറിയക്കാരൻ നയമാൻ, ഈ വചനത്തിലെ അത്ഭുതങ്ങളൊക്കെ ആ ശൂന്യതയുടെ നടുവിൽ ദൈവം കാണിക്കാനിടയായി. ദൈവത്തിന്റെ വഴികളിലെ അത്ഭുത യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ ഇടയായി. പ്രത്യേകിച്ച് സായിക് ബ്രദർ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമക്കളുടെ ജീവിതത്തിൽ 2 യാത്രകളെ പറ്റി. ഒന്ന് മിസ്രൈമിൽ നിന്ന് കനാനിലേക്കുള്ളതും 2 ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്കുള്ളതും. ഈ 2 യാത്രകളും ആരംഭിക്കുന്നതിന് ഒരു റിസ്ക് ഉണ്ട്. ആദ്യം പുറപ്പെടുന്നത് ഒരു വലിയ റിസ്കി ഒരു ടൈം. ഈ 2 യാത്രകൾക്കും ആ റിസ്ക് ഉണ്ട്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിലൂടെ കടക്കുന്നവർ അനേകരുമാകും. അപ്പൊ ഈ 2 യാത്രകൾക്കും ഈ ഒരു ഇടുക്കുവാതിലിന്റെ അനുഭവമാണ്. അത് കടക്കുന്നത് ഇച്ചിരി റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഈ 2 യാത്രകളുടെ ആരംഭത്തിലും നമുക്കത് അനുഭവപ്പെടും. ഒന്ന്, ഈ മിസ്രൈമിൽ നിന്ന് കനാനിലേക്കുള്ള യാത്ര ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ ദൈവപുത്രന്റെ രാജ്യത്തിലേക്ക് പോകുന്ന ഒരു അനുഭവമാണെങ്കിൽ, ഈ ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്കുള്ള യാത്ര മലിനപ്പെട്ട ആത്മീയതയിൽ നിന്ന് ശുദ്ധവും നിർമ്മലവുമായ യഥാർത്ഥ ആത്മീയതയിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോഴെന്റെ ശിഷ്യത്വത്തിന്റെ യാത്ര, അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്നുള്ള കനാനിലേക്കുള്ള യാത്ര 1990-ൽ എനിക്ക് ആരംഭിക്കാനിടയായി. 95-ൽ 2ാമത്തെ യാത്രയും, അതും വളരെ ഞങ്ങൾ വീട് വിട്ട് വാടകയ്ക്ക് പോയ സമയത്താണ് ആ യാത്രയും ആരംഭിക്കാൻ ഇടയായത്. ആ ഒരു
ഒന്നാം യാത്രയിൽ നമ്മൾ ആത്മാവിൻ്റെ വരങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നതെങ്കിൽ രണ്ടാമത്തെ യാത്രയിൽ ഘട്ടങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങൾക്കാണ് നമ്മൾ ഊന്നൽ നൽകുന്നത് എന്ന് ഞാൻ എൻ്റെ യാത്രയെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യാത്രയുടെ ഓരോ ഘട്ടങ്ങളിൽ സഹായിപ്പാൻ ദൈവം നൽകിയ വ്യക്തികളെയും സാഹചര്യങ്ങളെയും എത്ര അത്ഭുതകരമാണെന്ന് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് സഹോദരന്മാരിങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ കൂടുതലായിട്ടൊന്ന് തിരിഞ്ഞ് ആ യാത്രകളെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഇടയായി തീർന്നു. അതുപോലെ തുടർന്ന് കാണുന്ന ഈ കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധമാണ്. 1990 മുതൽ ബ്രദർ സാക് ബ്രദറിനെ അറിയാം. കോട്ടയത്ത് ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് ഉള്ളത് അറിയാം. ഇവിടെ ഇടയ്ക്ക് നടത്തിയിരുന്ന പബ്ലിക് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുക ഒക്കെ പതിവായിരുന്നു. അതുപോലെ ജീവവഴി വാസിയൊക്കെയുടെ വരിക്കാരനായിരുന്നു. പിന്നെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലാണ് നമ്മളിന്ന് പാടിയതുപോലെ ഇൻ ഹിസ് ടൈം എന്നുള്ള കാര്യം, അതാണ് സമയത്ത് അത് നടന്നാലേ അത് ഏറ്റവും ഫലവത്താവുകയുള്ളൂ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നേരത്തെ ഒരിക്കലും എനിക്ക് ഇവിടെ വന്നാൽ ഞാൻ ശരിയാകില്ലായിരുന്നു എന്നും എനിക്കറിയാം. അതുകൊണ്ട് ദൈവം അതിൻ്റെതായ സമയത്താണ് ഇവിടെ വരാൻ, ഈ കൂട്ടായ്മയായിട്ട് വരാനൊക്കെ ഇടയായതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് മക്കള് ഗൾഫിൽ ജോലിക്കൊക്കെ പോയപ്പോൾ ഈ കൂട്ടായ്മ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിപ്പാനും ഈ കൂട്ടായ്മയിൽ പോകാൻ വേണ്ട കാര്യങ്ങളൊക്കെ അന്ന് അവർക്ക് ചെയ്യുവാനും എന്നിടയായി. ഞാനന്ന് ഇവിടെ കൂട്ടായ്മ വരുന്നില്ല എങ്കിലും അങ്ങനെ കൂടുതൽ ഈ കൂട്ടായ്മയെ അറിയാൻ മക്കളിലൂടെയും ഇടയായി. അതുകൊണ്ട് എൻ്റെ സമയമായപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഇല്ലായിരുന്നു. ദൈവത്തിൻ്റെ വ്യക്തമായ സമയത്ത് തന്നെ അത് അങ്ങനെ ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ, പ്രത്യേകിച്ച് 2015 ഈ കൂട്ടായ്മയിൽ ഭാഗമാകാനായിട്ട് എന്നെ സഹായിച്ചു. പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ ഒരു പഴയ കൊച്ചു വീടിൻ്റെ പണി കുടുംബത്തിൻ്റെ ആവശ്യാനുസരണം പല പ്രാവശ്യം അത് എക്സ്റ്റെൻഡ് ചെയ്യുകയും ഡിമോളിഷ് ചെയ്ത് നീക്കുകയും ചെയ്ത് അത് പൂർത്തീകരിക്കുകയും തുടർന്ന് അത് കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് നടത്തി സംരക്ഷിക്കുകയും ചെയ്യുന്ന പോലെ ആയിരുന്നു എൻ്റെ ആത്മീയ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ. ആ ഒരു നിലയിലായിരുന്നു. ആവശ്യാനുസരണം ആ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക, മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യാതെ ആ സമയങ്ങളിൽ ദൈവം തരുന്ന സാഹചര്യത്തിന് ഒത്തവണ്ണം ആ കാര്യങ്ങളെ ചെയ്യുക എന്നുള്ളതായിരുന്നു ദൈവം നടത്തിയ ഓരോ വഴികൾ. അപ്പോൾ തന്നെ റോമാലേഖനം 12:2 നമ്മൾ വായിക്കുന്ന പോലെ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ള ഒരു തത്വം, അതായിരുന്നു നമ്മുടെ പ്ലാൻ. ആ ഒരു നിലയിൽ ദൈവം നടത്തി. ഇവിടെ വന്നപ്പോൾ പല കാര്യങ്ങളിൽ കൂടുതൽ വെളിച്ചമുണ്ടായി. തുടർന്ന് ഞാൻ ഇനിയും ഇവിടെ ആയിരിക്കുമ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും നമ്മൾ പറയണമല്ലോ. നമ്മൾ പഴയ ചരിത്രം കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് റീസ് ബ്രദർ ഓർപ്പിച്ച പോലെ ഒരു ജീവന്റെ പ്രമാണം, അതായത് നമ്മുടെ ജീവിതത്തെ ഊന്നൽ നൽകിയുള്ളതായ ഒരു ആത്മീയ ജീവിതം. യോഹന്നാൻ 1:4 നമ്മൾ വായിക്കുന്നുണ്ട്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യേശുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു, യേശുവിൽ ആ സ്വഭാവം ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ യേശുവിൻ്റെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ വെളിച്ചം. യേശുവിൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ യേശുവിൻ്റെ 30 വയസ്സ് വരെയുള്ള ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള ഒരു ജീവിതം ആണ് ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗപ്രകാരം ജഡത്തിൽ വെളിപ്പെടുകയും നമുക്ക് തുല്യമായിട്ട് ജീവിക്കണമെന്നുള്ളതായ ദൈവിക നിർണയപ്രകാരം ഒരു 30 വയസ്സ് വരെ സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുകയും അവസാനത്തെ 3.5 വർഷം തൻ്റെ ആ ജീവിതത്തിൻ്റെ താൻ 30 വയസ്സ് വരെ ജീവിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് താൻ ആ 3.5 വർഷം തൻ്റെ പരസ്യ ശുശ്രൂഷ നിവർത്തിച്ചത്. ആ പരസ്യ ശുശ്രൂഷയുടെ കാലമേ നമുക്ക് കൂടുതലായിട്ട് അറിയുന്നുള്ളൂ. മറ്റത് വളരെ ചുരുക്കമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അറിയുന്നുള്ളൂ. എന്നാൽ അന്ന് ആ 30 വർഷം ജീവിച്ച ജീവിതത്തിൻ്റെ ഒരു പരസ്യ ഒരു അനുഭവമായിരുന്നു ഈ 3.5 വർഷത്തെ ജീവിതം. ആ ഒരു യഥാർത്ഥ ജീവിതം നമ്മുടെ ജീവിതത്തിലൂടെ ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുക എന്നുള്ളതായ സത്യം ഈ സഭയിലൂടെ വന്നപ്പോൾ അതിനെ കൂടുതലായിട്ട് പഠിക്കുവാനും അത് മനസ്സിലാക്കാനും ഇപ്പോഴും അത് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ താഴ്മയുടെ പ്രായോഗിക പാഠങ്ങൾ, യഥാർത്ഥ താഴ്മ എന്താണ് എന്ന് കൂടുതലായിട്ട് ഗ്രഹിക്കാനായിട്ട് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം
ഇടയായി. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ൽ നമ്മൾ വായിക്കുന്നു, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. അതുപോലെ സ്വയം നിഷേധം, വീണ് മരിക്കുക എന്നുള്ളതായ വാക്കുകൾ, ഈ അനുഭവങ്ങൾ ഒക്കെ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് കൊണ്ടുവരാനും ഒക്കെ ഇടയായ ഒരു അനുഭവമായിരുന്നു ഇവിടെ ഈ ആയിരുന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും എന്ന് നമ്മളെപ്പോഴും കേൾക്കുന്നതായ വാക്കുകളൊക്കെയാണ്. അതിൻ്റെ പ്രായോഗികതയൊക്കെ ഇവിടെ വന്നപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ വേറൊരു പ്രകടമായൊരു വ്യത്യാസമായിരുന്നു എൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദൈവിക രോഗശാന്തിയുടെ ഒരു പ്രായോഗികത എന്നുള്ള കാര്യം. എൻ്റെ ജീവിതത്തിൽ ശിഷ്യത്വത്തിലേക്ക് വന്ന നാൾ മുതൽ ശാരീരിക രോഗങ്ങൾക്ക് ഞാൻ ഡോക്ടറെ കണ്ടിരുന്ന യേശുവിനെ മാത്രമായി. ഞാനൊരു ചികിത്സയ്ക്ക് പോവുകയോ ഒന്നും ചെയ്യാത്ത ഒരു 30 വർഷമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കാരണം യേശു എൻ്റെ രോഗങ്ങളെ കൂടി വഹിച്ചാണ് ക്രൂശിൽ കയറിയതെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. കാര്യം ഒരു പാട്ടിലൊക്കെ പാടുന്നുണ്ട്, പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രോഗത്തെ എങ്ങനെ ക്രൂശിൽ കർത്താവ് വഹിച്ചില്ല എന്നുള്ള കാര്യം. അത് ദൈവവചനത്തിൽ കൂടുതലായിട്ട് ഗ്രഹിച്ചപ്പോൾ അത് എനിക്ക് മനസ്സിലായി. കാരണം അതുവരെ ധരിച്ചിരുന്നെങ്കിൽ എനിക്കത് വളരെ ഉപകാരമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ എങ്ങും ആശ്രയിക്കാനില്ല, ദൈവത്തിൽ ആശ്രയിച്ചാൽ കർത്താവ് വിടുവിക്കുന്നവനാണെന്ന് എനിക്ക് ഈ 30 വർഷം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പം നമുക്ക് ഇപ്പം ആ നിലയിൽ നമുക്ക് ഡോക്ടറെ കൂടെ കാണുകയാണെങ്കിൽ ഡോക്ടറാണോ സൗഖ്യം തന്നത്, ദൈവമാണോ സൗഖ്യം തന്നത് എന്നുള്ളൊരു സംശയം അവിടെ കിടക്കും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനല്ല. ദൈവം സൗഖ്യമാക്കുന്നവനാണെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാക്കുന്നവനാണ്. അപ്പം തന്നെ അത് പ്രായോഗികമായിട്ട് കാണേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ കൂടുതലായിട്ട് കർത്താവ് എനിക്ക് ഒരു അനുഭവം തന്നു എന്ന് ഞാൻ അപ്പോൾ എൻ്റെ ധാരണ തെറ്റായിരുന്നെങ്കിലും എൻ്റെ രോഗത്തിന് കർത്താവിൽ ആശ്രയിച്ചപ്പോഴൊക്കെയും അനേക പ്രാവശ്യം കർത്താവ് സൗഖ്യം തന്നിരുന്നു. അപ്പം കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗസൗഖ്യം തരുവാൻ അന്നും ഇന്നും എന്നും അവൻ മതിയായവനാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ പ്രയോറിറ്റി നമുക്ക് യേശു പാപത്തെയും ശാപത്തെയുമാണ് ക്രൂശിൽ വഹിച്ചത്. അതുപോലെ രോഗത്തെ വഹിച്ചിരുന്നില്ല എന്ന് തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ നമുക്കതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തന്മാരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ ചുമന്നു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. അപ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് നമ്മുടെ രോഗങ്ങളെ വഹിച്ചതും അന്ന് ആ ദൈവം അങ്ങനെ വഹിക്കുമെന്നുള്ളതായ യെശയ്യാ പ്രവാചനത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നിവർത്തിച്ചത് ക്രൂശിലല്ല, ഈ ഒരു പോയിന്റിലാണ് എന്നുള്ളതായ സത്യം എനിക്ക് ഇവിടെ വന്നപ്പോഴാണത് മനസ്സിലാകാനായിട്ട് ഇടയായത്. ഇവിടെ വരുന്നവരെ യേശു പാപത്തെയും രോഗത്തെയും ക്രൂശിൽ വഹിച്ചതാണ്. അതുകൊണ്ട് രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കുന്നത് അവിശ്വാസമാണ്, അത് പാപമാണ് എന്നായിരുന്നു എൻ്റെ ചിന്ത. എന്നാൽ അത് ഈ വചനത്തിലൂടെ ദൈവം എനിക്ക് മാറ്റിത്തരികയും നമ്മൾ രോഗങ്ങൾക്ക് വേണ്ടി കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ ആശ്രയിച്ചാൽ വിടുവിക്കുമെന്നുള്ളതായ സത്യം നമ്മുടെ അനുഭവമാണല്ലോ. അപ്പോൾ തന്നെ അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പരിധിയിൽ നമ്മൾ വിശ്വസിക്കണമെന്നുള്ളതായ കാര്യം എന്നെ ദൈവം ഇവിടെ വന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു എന്നും ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. യേശു രോഗങ്ങളെ ക്രൂശിലല്ല വഹിച്ചതെന്ന സത്യം നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ. അതുപോലെ ചില രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പാപമോചനം പ്രാപിച്ച് രോഗസൗഖ്യം തേടേണ്ട കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യവും നമ്മൾ ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ രോഗത്തിനും പല രോഗത്തിനും അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് പാപം നിമിത്തം വരുന്നതായ രോഗങ്ങൾ, അതിന് ചികിത്സ കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകുകയില്ല.
എന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് ഈ സമയം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അതിന്റെ 16-ാം വാക്യം, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതുപോലെ ജീവിത ശൈലി രോഗങ്ങളാണ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭക്ഷണം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് വേണ്ട അധ്വാനം ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്നതായ കാര്യങ്ങളൊക്കെ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ശരീരത്തെ ക്രമീകരിക്കണം എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് ഭൂമിയിൽ വെച്ചിരിക്കുന്ന ആശ്വാസ മാർഗങ്ങൾ, അത് മരുന്നാണെങ്കിലും ഡോക്ടറാണെങ്കിലും ആ ഒരു സഹായവും നമുക്ക് അവിടെ ഉപകാരമാണെന്നുള്ളതായ സത്യവും നമ്മൾ ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ആണ് ഇവിടെ വന്നപ്പോഴുള്ള എൻ്റെ പല ചേഞ്ചസ്. അതുപോലെ എൻ്റെ പ്രിയ സഹോദരന്മാരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഇവിടെ ഉള്ള നമ്മുടെ കൂട്ടായ്മ നമുക്ക് ഏറ്റവും ഫലപ്രദമാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലൂടെ ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമുക്ക് തെറ്റുപറ്റുമ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും സ്വയം ന്യായീകരണത്തിന് പോകാതെ ഉടനെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിരപ്പ് പ്രാപിക്കുകയും ചെയ്യുക. അത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ നമുക്ക് ഉപകാരമായിട്ട് വരികയില്ല എന്നുള്ള കാര്യം. നമുക്ക് ഒരു വാക്യം കൂടെ അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. 1 യോഹന്നാൻ 1:8-9 വാക്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. അപ്പോൾ ആ നിലയിൽ നമുക്ക് പാപത്തോടുള്ളതായ ബന്ധത്തിൽ നമുക്ക് ഒരിക്കലും ഒരു നീതീകരണത്തിൽ നമ്മൾ പോകുന്നവരായി തീരാൻ ഇടയാകരുത്. അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം. അത് നമ്മൾ എങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്, നമ്മൾ ആദ്യമൊക്കെ ചിന്തിച്ച പോലെ നമ്മളല്ല ആദ്യം ഈ കാര്യങ്ങളൊന്നും തീരുമാനിച്ചത്, ദൈവം തന്നെയാണ് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ. 1 യോഹന്നാൻ 4:19 നമ്മൾ വായിക്കുന്നു, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. യോഹന്നാൻ 15:16, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു പോയിരിക്കുന്നു. അതുപോലെ യോഹന്നാൻ 15:5 നമ്മൾ വായിക്കുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നമുക്ക് സ്വയമായിട്ടൊന്നും നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉള്ളവരല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തോടെ കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ഇടം കൊടുക്കുന്നവരാവും. അതുപോലെ പാപത്തെ നമ്മൾ ഗൗരവമായി കാണുക. പാപത്ത് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണ്. അതിനെ ഒരു സൈഡിൽ ചെറുതായിട്ട് മാറ്റി വെക്കരുത്. അത് ദിനം പ്രതി നമ്മൾ അതിനെ കാണണം, അതിനെ ഫേസ് ചെയ്യണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 3:13 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുകയും. നാൾതോറും നമ്മൾ ഈ കാര്യത്തിൽ അലേർട്ടായിരിക്കണമെന്ന് ആണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ ക്രൂശ് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുക. ക്രൂശ് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ളതായ ബന്ധവും അതുപോലെ നമുക്ക് തമ്മിലുള്ളതായ ബന്ധവും, ദൈവത്തോട് നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധം, പ്രത്യേകിച്ച് പ്രാദേശിക സഭയുടെ ഒരു ഭാഗമായി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് പ്രായോഗികത്തിൽ കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ്. നമ്മൾ കേവലം വന്നേച്ച് പോവുക, ഇതൊക്കെ കണ്ടേച്ചു പോവുക, കേട്ടേച്ചു പോവുക, നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞേച്ചു പോയാൽ ഒരിക്കലും നമുക്കതുകൊണ്ട് ഒരു പ്രയോജനം ഈ കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുകയില്ല. നമ്മൾ അതായത് ഈ ശരീരത്തിന്റെ അവയവം എന്നപോലെ നമ്മൾ പ്രവർത്തിക്കണം. ഇവിടെ കടന്നു വരുന്നവരും ഈ കേൾക്കുന്നവർക്കും അത് ഉപകാരമായി വരണമെങ്കിൽ ആ നിലയിൽ നമ്മൾ ഈ കൂട്ടായ്മയോട് ബന്ധത്തിലായിരിക്കണം എന്ന് അല്ലെങ്കിൽ നമ്മുടെ സമയം പലപ്പോഴും നമ്മൾ പാഴാക്കുകയാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. റോമർ 12:5. അതുപോലെ പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ കർത്താവ് ഒരു പ്രാദേശിക സഭയെ കാണുന്നത്
ഒരു ശരീരവും ഓരോ അവയവങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇവിടെ നമുക്ക് കാണുമ്പോൾ അറിയാം, ഇവിടെ വരുമ്പോൾ ഒരാൾ പാട്ട് പാടുന്നു, ഒരാൾ ആ കാര്യം ചെയ്യുന്നു, ഒരാൾ ഈ കാര്യം ചെയ്യുന്നു, ഒരാൾ ക്ലീൻ ചെയ്യുന്നു, ഒരാൾ ഭക്ഷണം വിതരണം ചെയ്യുന്നു. എല്ലാം അതാതിൻ്റെ സമയത്ത് നടക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം കാര്യങ്ങൾ ഒരു അവയവം എന്ന പോലെ പ്രവർത്തിക്കുമ്പോഴാണ് അതെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് തീരുന്നത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നമ്മൾ ഇത് വായിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളും ആകുന്നു. അതുപോലെ മൂന്നാമത്തെ ഒരു കാര്യം, ആത്മീയ അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ സ്വതന്ത്രരാണ്, ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയതാണ്. ആ യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അടിമ നുഖങ്ങളിൽ കുടുങ്ങി പോകാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും നമുക്ക് ദൈവമാക്കി വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഹൃദയം താഴ്മയിലാണോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കണം. നമ്മുടെ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളതാണ്. അത് ആരാഞ്ഞറിഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ നമുക്ക് അപകടം സംഭവിക്കും, നമുക്ക് വീഴ്ചകൾ സംഭവിക്കും. നമ്മുടെ ഹൃദയത്തെ തന്നെ നമ്മൾ ആ നിലയിൽ നമ്മുടെ താഴ്മയിലാണോ നമ്മുടെ ഹൃദയം? പുറമേ നമ്മൾ താഴ്മയൊക്കെ കാണിക്കുന്നത് നമുക്ക് എളുപ്പമാണെങ്കിലും ഹൃദയത്തെ താഴ്മയിൽ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ അത് നമ്മുടെ ഹൃദയത്തെ എപ്പോഴും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഹൃദയകാഠിന്യം എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതും നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ എവിടെയെങ്കിലും കട്ടിയായിട്ടുണ്ടോ, കഠിനപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും നമ്മൾ പരിശോധിക്കണം. അത് നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴാണ്, പാപം ചെയ്യുമ്പോഴാണ്, അത് നമ്മളതിനെ ഗൗരവമായിട്ട് എടുക്കാതിരിക്കുമ്പോഴാണ് ആ കട്ടി ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും. അതുപോലെ ദൈവമുമ്പാകെ ജീവിക്കുക, ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുക. രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവ് സകലത്തെയും കാണുന്നു. ആ ഒരു മനോബോധത്തോടെ ദൈവം മുമ്പാകെ ജീവിക്കുക. കർത്താവിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അത് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ആ നിലയിൽ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ചാൽ നമുക്ക് വളരെ ഒരു ദൈവഭക്തിയുടെ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് കഴിയും. 1 തിമോത്തിയോസ് 6:6 നമ്മൾ വായിക്കുന്നുണ്ട്, സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകും. ആ നിലയിൽ നമ്മൾ നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും നമ്മൾ തൃപ്തരായിരിക്കുക. നമ്മൾ ബുദ്ധിമുട്ടാണെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ സന്തോഷം ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത് അത് വലിയൊരു അനുഭവമാണ്. കർത്താവിൽ നമ്മൾ ഇന്ന് പാട്ടുകളൊക്കെ പാടിയതുപോലെ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്നുള്ള കാര്യം നമ്മുടെ പ്രതികൂല അവസ്ഥയിലും അനുകൂല അവസ്ഥയിലും നമ്മളത് പരിശീലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ തന്നെ നമ്മൾ ആത്മാവിൽ ദരിദ്രരായവരുടെ ഭാഗ്യാവസ്ഥയും നമ്മൾ മറക്കരുത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നോ അല്ല, ഞാൻ ക്രിസ്തയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. ആ നിലയിൽ നമ്മുടെ യാത്ര സന്തോഷത്തോടെ നമുക്ക് തുടരാം. ദൈവം തുടർന്ന് നമ്മുടെ സഹോദരന്മാരെ നമ്മളെ സഹായിക്കട്ടെ.